വചനമൊഴി മാർച്ച് 11. റോമ 8:12-25, മത്തായിയുടെ സുവിശേഷം 7:12. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. കാരണം ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അതിനാൽ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഈശോയിൽ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചുമാണ് ഈ ആഴ്ചയിൽ ദൈവവചനത്തിലൂടെ നാം ധ്യാനിക്കുന്നത്. കർത്താവേ, കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, അവിടുത്തെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഞായറാഴ്ച നാം ശ്രവിച്ചിരുന്നു. ദൈവത്തിന്റെ പക്കൽ പ്രാർത്ഥിക്കുകയും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇന്നും സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥന ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ എന്ന് പറയുന്നതിലൂടെ മാനുഷികമായ ഒരു ഭാഗം പ്രാർത്ഥനയ്ക്കുണ്ട്. ദൈവകൃപ നാം സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ പക്കൽ എളിമയോടെ വിനയപൂർവ്വം നമ്മെ സമർപ്പിക്കുകയും അവിടുത്തെ പക്കൽ കൃപാവരങ്ങൾ യാചിക്കുകയും ചെയ്യും. വാതിൽക്കൽ മുട്ടുമ്പോൾ തുറന്നു തരുന്ന ഒരുവനെ പോലെ, ചോദിക്കുമ്പോൾ നൽകുന്ന ഒരുവനെ പോലെ, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരുവനെ പോലെ, ചോദിക്കുവാനും അന്വേഷിക്കുവാനും മുട്ടുവാനും ദൈവത്തോടും സഹോദരങ്ങളോടും വിശ്വസ്തയോടെ വർത്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ പക്കൽ എളിമയോടെ ആയിരിക്കുവാൻ, സഹോദരങ്ങളുടെ പക്കൽ സ്നേഹത്തോടെ സ്വന്തമെന്ന പോലെ അവരെ കരുതുവാൻ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. തിരുവചനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം ദൈവോന്മുഖമായും സഹോദരങ്ങളിലേക്കും വളരുവാനായിട്ട്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനും, സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും സഹോദരങ്ങൾക്ക് ചെയ്യുന്ന സത്കൃത്യങ്ങളിലും വളരുവാനും കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.